ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ PCOD 5 വർഷം മുൻപേ തന്നെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. ദ ടെസ്റ്റ് ഈസ് കോൾഡ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഗ്ലൂക്കോസ് അല്ല, ഇൻസുലിൻ. പൊതുവെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ചെയ്യാറുള്ളത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ആണ് ചെക്ക് ചെയ്യാൻ പറയാറുള്ളത്. ഈ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് റിസൾട്ട് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ റിസൾട്ട് പറയുന്നത് ഇപ്പോ ഈ നിമിഷം നിങ്ങളുടെ സെല്ലിന്റെ ഉള്ളിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് എന്നുള്ളതാണ്. PCOD PCOSന്റെ ഒക്കെ നെയിം കഴിഞ്ഞ ദിവസമാണ് ചേഞ്ച് ചെയ്തത്, PMOS ആക്കിയിട്ടുണ്ട്. ആ നെയിം ചേഞ്ച് തന്നെ മീൻ ചെയ്യുന്നത് ഈ കണ്ടീഷൻ ഓവറീസിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് റിസൾട്ടഡ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. നമ്മുടെ സെൽസ് ഇൻസുലിൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാതെ വരുന്ന സമയത്ത് പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈ ഇൻസുലിൻ ഓവറീസിലെത്തും. ഓവറീസ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പീരിയഡ്സ് സ്റ്റോപ്പ് ആവും, മുഖത്ത് ആക്നി വരും, ബെല്ലി ഫാറ്റ് സ്റ്റബേൺ ആവും. അൾട്രാസൗണ്ടിൽ സിസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നതിന് ഒരു 5 വർഷം മുൻപെങ്കിലും ഈ ഒരു പ്രോസസ്സ് ബോഡിയിൽ നടക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ട് ഒരു എബൌട്ട് 10 ഒക്കെ ആണെങ്കിൽ, നിങ്ങളുടെ പീരിയഡ്സ് ഇപ്പോൾ നോർമൽ ആണെങ്കിൽ കൂടി നിങ്ങൾ PCOD അല്ലെങ്കിൽ PMOS കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എബോവ് 15 ഒക്കെ ആണെങ്കിൽ യു ആർ ഓൾറെഡി ദർ. നിങ്ങളുടെ ബോഡി സിംറ്റംസ് കാണിച്ച് തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. സോ ഈ റീല് കാണുന്ന സ്ത്രീകളോടാണ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് സ്റ്റാർട്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് സൂൺ ആസ് പോസിബിൾ.